അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. അള്ളാഹു എല്ലാ ആഫത്ത് ബലാലും മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ. സുഖമുള്ള, സന്തോഷമുള്ള, റാഹത്തുള്ള, ഐശ്വര്യമുള്ള, ഐക്യമുള്ള നല്ല ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ വന്നത്, പല ആളുകളും ചോദിച്ചിരുന്നു, മുഹറം 10 ചൊല്ലേണ്ട ദിക്ർ, അതുപോലെ മുഹറത്തിന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേകമായൊരു കാര്യമുണ്ട്. ആ കാര്യം ചെയ്താൽ ഒരു വർഷം ഈ മുഹറം 10 മുതൽ അടുത്ത മുഹറം 10 വരെ നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. നാം എല്ലാവരും ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി നടക്കുന്നത്, അധ്വാനിക്കുന്നത്, പണിയെടുക്കുന്നത്, ജോലിക്ക് പോകുന്നത് എല്ലാം എന്തിനു വേണ്ടിയാണ്? നമുക്കും നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, വിശപ്പടക്കാൻ വേണ്ടി, വീട്ടിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടിയാണ്, അതിനുള്ള പണത്തിന് വേണ്ടിയാണ്, അതിനുള്ള ശമ്പളത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഓരോരുത്തർ പല വിധത്തിലുള്ള ജോലികൾക്ക് വേണ്ടി പോകുന്നത്. അപ്പം ഈ മുഹറം 10 ദിവസങ്ങളിൽ നമുക്കറിയാവുന്ന ദിക്റുകളൊക്കെ ചെല്ലാം. നമുക്കറിയാവുന്ന സൂറത്തുകളൊക്കെ നമുക്ക് ഓതാം. നമുക്കറിയാവുന്ന എല്ലാ രീതിയിലും നമുക്ക് ഖൈറിന് വേണ്ടി ദുആ ചെയ്യാം. ദുആ ചെയ്യുന്നത് അത് അറബിയിലായാലും മലയാളത്തിലായാലും ഏത് ഭാഷയിലായാലും പ്രശ്നമില്ല. അതൊക്കെ അള്ളാഹുവിനറിയാം. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ എല്ലാം അള്ളാഹുവിലേക്ക് പറയുക, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരാൻ വേണ്ടി. ഖൈറുണ്ടാകുമ്പോൾ അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യണം. നമുക്ക് പ്രയാസങ്ങളുണ്ടാവുമ്പോൾ അപ്പോഴും നമ്മൾ അൽഹംദുലില്ലാ എന്ന് ചൊല്ലി അതിൽ ക്ഷമിക്കണം. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഖൈറായാലും ഷർറായാലും അത് ക്ഷമിക്കാനും സഹിക്കാനും അതിനെ പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കെല്ലാവർക്കും സാധിക്കും. ഈ മുഹറം 10 അന്ന് നമ്മൾ ചെയ്യേണ്ടത്, 10 അന്ന് നമ്മളെ വീട്ടിലുള്ള നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മൾ, ഇനി ആരെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് സൽക്കരിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയും പറ്റും. അന്നത്തെ ദിവസം നല്ല ഭക്ഷണം ഉണ്ടാക്കുക. നല്ല ഭക്ഷണം, ഒരു പെരുന്നാൾ പോലെ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണോ ആ ഭക്ഷണം ഉണ്ടാക്കി ഭാര്യക്കും മക്കൾക്കും, ഭർത്താവിനും മക്കൾക്കും വിശാലത ചെയ്യുക എന്ന് പറയും. അന്നത്തെ ദിവസം ഭക്ഷണ വിശാലത ചെയ്യുകയും ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുകയും എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഈ മുഹറം 10 മുതൽ അടുത്ത മുഹറം 10 വരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും അള്ളാഹു നൽകുകയില്ല. എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് സലാമത്താക്കും. അത്രക്കും പോരിശയുള്ള, ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് മുഹറം 10. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുഹറം 10 അന്ന് വൈകുന്നേരം നോമ്പ് അനുഷ്ഠിച്ചതിന് ശേഷം നല്ല ഒരു നോമ്പ് തുറ ഉണ്ടാക്കുക, നല്ല ഭക്ഷണം ഉണ്ടാക്കുക, കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ഈ ഒരൊറ്റ ദിവസം ചെയ്താൽ അടുത്ത മുഹറം 10 വരെ നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം ഭക്ഷണ വിശാലത ചെയ്യുക. അള്ളാഹു നമുക്ക് റാഹത്തുള്ള, ഖൈറുള്ള, സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.